is going to be one of the most remarkable films in all our respective careers. எல்லாருக்கும் படம் பார்த்து முடிச்சதுக்கப்புறம் டப்பிங் வந்திருந்தாரு, படத்தை முழுமையாக பார்த்து முடிச்சதுக்கப்புறம் சொன்னார், நான் எதிர்பார்த்ததை விட நல்லா வந்திருக்கு படம். This is the kind of films that I want to make. വേണ്ട സുരേന്ദ്ര, നീ ഇവിടെ വേണം ഭാനുമതിക്ക് കൂട്ടായിട്ട്. ഇതപ്പോ ചുമ്മാതിരി ഉള്ളതൊക്കെ തന്നെയാ അതിനകത്ത് കാണിക്കും. ഇത്രയും ഏർന്നാൻ കേട്ട ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. യമൻ, ദിയ, 2.0, വന്ദ രാജാവാതാവരുവേ, കാപ്പാൻ, ദർബാർ, മാഫിയ, രാം സേതു, പട്ടത്ത് അരസൻ, നായ് ശേഖർ റിട്ടേൺസ്, ചന്ദ്രമുഖി 2, മിഷൻ ചാപ്റ്റർ 1, ലാൽ സലാം, ഇന്ത്യൻ 2, വേട്ടയൻ, ഇടാമുയർച്ചി. ഇത് പടക്കക്കടയ്ക്ക് തീ കൊളുത്തിയ ശബ്ദമല്ല നിങ്ങൾ കേട്ടത്. ഇതൊക്കെ ലൈക്ക പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളുടെ ലിസ്റ്റാണ്. ഇവരുടെ അടുത്ത പടമാണ് നമ്മുടെ L2. അതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ പടക്കക്കട പൂട്ടേണ്ടി വരും. തുനുവിന് ശേഷം സത്യജ്യോതി ഫിലിംസിനാണ് ആദ്യത്തെ ഡേറ്റ് കൊടുക്കാനുള്ളത്. ആ സമയത്താണ് വിജയ് ഏകദേശം 125 കോടി ശമ്പളം വാങ്ങിച്ചത്. ഇത് കണ്ട ഹെട്ടായ അജിത്ത്, വിജയന്റെ കോമ്പറ്റേറ്റർ ആണല്ലോ, പുള്ളി തന്നെ 125 കോടി വാങ്ങുന്നുണ്ട്. അപ്പൊ എനിക്കൊരു മിനിമം ഒരു 100 കോടിയെങ്കിലും നിങ്ങൾ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സത്യജ്യോതി കണക്കൂട്ടി, സാറ്റലൈറ്റ് ഇത്രവും ഡിജിറ്റൽ ഇത്രവും. എന്നിട്ട് പുള്ളി എടുത്ത് പറഞ്ഞ്, സാറിന് ഈ 100 കോടി രൂപ പ്രതിഫലം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുതലാവില്ല, ഞങ്ങൾക്ക് ലോസ് വരും. അപ്പൊ മാക്സിമം നമുക്കൊരു 60 കോടിയിൽ ഉറപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് കൈവിടാന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നയൻതാരയുടെ ഭർത്താവ് വിഘ്നേശ്വരനായിരുന്നു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ നയൻതാര, ഡാലേ അവന്മാര് 100 കോടി തന്നില്ല, എന്താ ഡാലേനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അവന്മാര് വണ്ടന്മാരാണ്, അവന്മാര് എത്ര കോടി വേണേലും ഡാലയ്ക്ക് തരും എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ലൈക്ക പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോയി. ലൈക്കയിൽ ചെന്നിട്ട് നയൻതാര പറഞ്ഞു, ഡാലയ്ക്ക് 100 കോടി കൊടുക്കുകയാണെങ്കിൽ ഡാല ഡേറ്റ് തരും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സുഭാഷ്കരൻ എന്ത് പറഞ്ഞു, ഡാലയാണോ, ഡാല ഡേറ്റ് തരുവാണെങ്കിൽ 100 കോടി ഇല്ല 105 കോടി കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്ടർ വിഘ്നേശ്വരൻ നമ്മുടെ തലയെടുത്ത് കഥ പറയാനായിട്ട് വന്നു. കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഐത്തണ്ണന് കഥ ഇഷ്ടപ്പെട്ടില്ല. എന്ത് തൊലിഞ്ഞ കഥയാണ് നീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഈ പടമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ലൈക്കര് സുഭാഷ്കരനെ വിളിച്ചു പറഞ്ഞു. സുഭാഷ്കരൻ പറഞ്ഞു, സാറിന് ഇഷ്ടമായില്ലെങ്കിൽ എന്താ നമുക്ക് ഡയറക്ടറെ മാറ്റാന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ 60 കോടി ശമ്പളത്തിൽ നിന്നവനെ പിടിച്ച് 100 കോടിക്ക് ഇവിടെ കൊണ്ട് ശമ്പളം മേടിച്ചു കൊടുത്ത നയൻതാര ആരായി? അങ്ങനെ ആ കഥ ഇഷ്ടപ്പെടാണ്ട് ഡല ചെയ്ത പടമാണ്. എന്നിട്ട് വിഘ്നേഷ് ശിവന് പകരം അവര് കൊണ്ടുവന്ന ഡയറക്ടറാണ് മകിഴ് തിന്മേനി. മകിഴ് തിന്മേനി ഒരു നല്ല ഡയറക്ടറാണ്. പുള്ളി ഇതിനു മുന്നേ ചെയ്ത തടവും തടയറത്താക്കിയൊക്കെ നല്ല പടമാണ്. പുള്ളി വന്നിട്ട് അജിത്തിന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. അപ്പൊ അജിത്ത് പറഞ്ഞു, കഥയൊക്കെ കൊള്ളാം, പക്ഷെ അജിത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അജിത്തിന്റെ അടുത്ത് ആര് കഥ പറയാൻ വന്നാലും പുള്ളി പോക്കറ്റിൽ നിന്ന് ഒരു CD എടുക്കും. ഈ CD എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും, നമുക്ക് ഈ പടം ചുരണ്ടി പടം ചെയ്താലാന്ന് അങ്ങോട്ട് ചോദിക്കും. അന്ന് മകിഴ് തിന്മേനിക്ക് അജിത്ത് അണ്ണൻ കൊടുത്ത CD 1997 റിലീസായ ബ്രേക്ക് ഡൗണിന്റെ CD ആണ്. എന്നിട്ട് ലൈക്കയും പറഞ്ഞ്, ഐത്തണ്ണന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് തന്നെ റീമേക്ക് ചെയ്യാം, ഇംഗ്ലീഷുകാരും മണ്ടന്മാർക്ക് ഉമ്മാർക്ക് അറിയില്ലല്ലോ, ഉമ്മാർക്ക് റൈറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവന്മാര് നമ്മൾ പടം എടുക്കണമെന്ന് അറിയാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പടം ഷൂട്ടിങ് തുടങ്ങി. അങ്ങനെ 2025 പൊങ്കലിനെ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. യൂട്യൂബിൽ ട്രെയിലർ ജനുവരി മാസം അപ്ലോഡ് ചെയ്യുന്നു. ഈ ട്രെയിലർ കണ്ടിട്ട് ഏതൊരു സാമൂഹ്യ വിരോധി പാരമൗണ്ട് പിക്ചേഴ്സിന് ഒരു മെയിൽ അയച്ച്, ഇത് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചുരണ്ടി ചെയ്യണ പടമാണ്, നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാരമൗണ്ടിന്റെ ആൾക്കാർ ഈ പടം കണ്ടുവന്നപ്പോഴത്തേക്ക് കറക്റ്റ് ബ്രേക്ക് ഡൗൺ തന്നെ അടിച്ചു വെച്ചേക്കും. അപ്പൊ തന്നെ പാരമൗണ്ട് കേസ് കൊടുത്തു. അങ്ങനെ പാരമൗണ്ട് പിക്ചേഴ്സ് 100 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ലൈക്കയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഇത് കണ്ട് സുഭാഷ്കരൻ നേരെ അമേരിക്കയിലുള്ള പാരമൗണ്ട് ഓഫീസിൽ നിന്നിട്ട് അവിടെ കാല് പിടിച്ച് കരഞ്ഞു, എന്റെ പൊന്നെണ്ണ, ഞാൻ തന്നെ ടേബിൾ ലോസിലാണ് പടം റിലീസാക്കുന്നത്, ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അപ്പൊ പാരമൗണ്ട് പിക്ചേഴ്സ് ഒരു ഇത് പറഞ്ഞു, ഒരു 17 കോടി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം, അത് കൂടാണ്ട് പ്രോഫിറ്റിന്റെ 20% ഞങ്ങൾക്ക് തരണം. അങ്ങനെ അത് ഓക്കെ ആയി. പടം ഫെബ്രുവരി 6-ാം തീയതി റിലീസായി. പക്ഷെ പാരമൗണ്ടിന് ആ ബാക്കി 20% പ്രോഫിറ്റ് കൊടുക്കേണ്ടി വന്നില്ല, കാരണം മൊത്തത്തിൽ ലോസ് ആണല്ലോ, പിന്നെ എന്തിന് പ്രോഫിറ്റിൽ നിന്ന് 20% കൊടുക്കണം. അങ്ങനെ പടം ഫെബ്രുവരി 6-ാം തീയതി ഇറങ്ങി 8 നില പൊട്ടി. നമ്മുടെ യൂണിവേഴ്സിലൊക്കെ പടം പൊട്ടി, പക്ഷെ അജിത് ഫാൻസിന്റെ ഗ്രൂപ്പിലും ഫാൻസ് പേജിലൊക്കെ പടം ഭയങ്കര ഹിറ്റാണ്. ഏകദേശം 300 കോടിയോളം കളക്ട് ചെയ്തതാണ് അവർ അവകാശപ്പെടുന്നത്. എടാ, ഇതൊക്കെ ആ സുഭാഷ്കരൻ അറിഞ്ഞല്ല, നിന്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് ആ പുള്ളി ആത്മഹത്യ ചെയ്യും, 300 കോടി. പുള്ളി കരയുണ്ടാവും പറഞ്ഞിട്ട്, എന്തിനാ 100 കോടി കൊടുത്തതെന്ന് പറഞ്ഞു. ഈ സിനിമയുടെ ഓരോരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം അജിത്ത് ഒരു കോമൺ മാനായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. സാധാരണ പുള്ളിയുടെ പടത്തിലെല്ലാം ഒന്നെങ്കിൽ പുള്ളി നാട്ടിലെ വലിയ കൊണാണ്ടർ, അല്ലെങ്കിൽ പോലീസ്, അല്ലെങ്കിൽ മിലിറ്ററി, അല്ലെങ്കിൽ ഡോൺ, അല്ലെങ്കിൽ ഗുണ്ട, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതല്ലാണ്ട് ഈ 15 വർഷത്തിനിടയ്ക്ക് പടങ്ങളിൽ 2 പടങ്ങളിൽ മാത്രമേ വേറെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൂ. നേർക്കൊണ്ട പാർവയിൽ വക്കീലായിട്ടും പിന്നെ ഇതിൻ്റെ അകത്ത്. ഈ കഥ നടക്കുന്നത് അസർബൈജാനാണ്. അസർബൈജാനിൽ ഒരു പകൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 48 മണിക്കൂർ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അജിത്തും തൃശ്ശയും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അർജുനെ രജനിനെ പരിചയപ്പെടും. ഇവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. എന്നിട്ട് തൃശ്ശയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അജിത്ത് ആദ്യം റെസ്റ്റോറൻറ്റിൽ ചെന്ന് അന്വേഷിക്കും. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകും. അത് കഴിഞ്ഞ് കാറിലൊരു ഫൈറ്റ്, ഒരു കളവനുമായിട്ടൊരു ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്. എന്നിട്ട് ഇവളെ രക്ഷിച്ച് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴും വെയിൽ ഉച്ചസ്ഥായിയിൽ തന്നെ. അപ്പം 48 മണിക്കൂറല്ലേ പകല്. നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. നമ്മുടെ ഐത്തണ്ണൻ അസർബൈജാനിലെ വലിയൊരു കോടീശ്വരനും പണക്കാരനുമാണ്. ഐത്തണ്ണന്റെ ഭാര്യയാണ് തൃശയ്ക്ക് പക്ഷെ പ്രകാശ് നിറത്തിനായിട്ട് ലിങ്ക് ഉണ്ട്. തൃശയുടെ കൂട്ടുകാരി അനുവിന് ഐത്തണ്ണന് ചെറിയൊരു താല്പര്യമുണ്ട്. പക്ഷെ ഐത്തണ്ണന് ഇതറിയത്തില്ല. ഇതെന്തുവാണ്, ഇത് മൊത്തം അവിഹിതമുള്ള, അതിന്റെ ബ്രേക്ക് ഡൗണിൽ പോലും ഇത്ര അവിഹിതം ഇല്ലല്ലോ. ഒരു ദിവസം നമ്മുടെ ഐത്തണ്ണൻ ഗരേജിൽ പണിയെടുത്തോണ്ടിരിക്കും. അപ്പൊ തൃശ്ശ പറയും എനിക്ക് ഡൈവേഴ്സ് വേണം. അപ്പൊ ഐത്തണ്ണനാകെ ഷോക്കോ, ഡൈവേഴ്സൊക്കെ എന്തിനാണ് മുത്തേ, നമ്മൾ എന്ത് ജീവിച്ചിരിപ്പില്ലേ, നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തീർക്കാന്ന് പറയും. അപ്പൊ തൃശ്ശ ഒരു നിവൃത്തിയില്ലാണ്ട് പറയും 5 മാസം മുന്നേ നിനക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, സ്വീറ്റ് ആൻഡ് ഐ ലവ് യു. അപ്പൊ ഇത് പറഞ്ഞു അതിനെന്താ, ഞാൻ നിനക്ക് തിരിച്ച് ഹാർട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ല. അന്നാ അത് നിനക്ക് അയച്ചതല്ല, അത് ഞാൻ പ്രകാശ് എന്ന് തന്നെ അയച്ചതാ, മാറി നിനക്ക് വന്നാന്ന് പറയും. ഐത്തണ്ണനാകെ സെന്റിയോ. പക്ഷെ അണ്ണനൊരു മാന്യട്ടാ, അണ്ണൻ പറയും നീ എന്നെ ചരിച്ചെങ്കിലും കുഴപ്പമില്ല, നീ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയുള്ള ധൈര്യം കാണിച്ചല്ലോ, നിന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. എന്നിട്ട് അണ്ണൻ പറയും നിന്നെ ഈ ഒരു കാര്യം ചെയ്യും, എന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാകാം. അങ്ങനെ നമ്മുടെ ഐത്തണ്ണൻ തൃശ്ശനെയും കൊണ്ട് അസർബൈജാനിലെ റോഡിൽ ഓർമ്മകളുമായി ഇറക്കി ഇങ്ങനെ പോകാൻ നേരത്ത് 4 വാളി പിള്ളേര് വണ്ടിയുടെ ഇടയിൽ കയറും. എന്നിട്ട് വണ്ടി കൊണ്ട് ഐത്തണ്ണൻ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറ്റുമ്പോൾ ഇവന്മാർ അവിടെയും വരും. അവിടെയും വന്നിട്ട് ഐത്തണ്ണന് ചൊറി. ഐത്തണ്ണനെ അറിയാലോ, ഐത്തണ്ണൻ ഒരു മാന്യമാണ്. ഐത്തണ്ണൻ ഇവനെ നല്ല പ്രാക്ക് അങ്ങോട്ട് പ്രാകും. അവിടെ വെച്ച് തൃശ അർജുനെയും റജിനെയും പരിചയപ്പെടും. എന്നിട്ട് അജിത്തിനെയും പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഇവർ കാറെടുത്ത് പോകുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. അണ്ണൻ ബോണ്ടും തുറന്ന് നോക്കിയിട്ട് അണ്ണനൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് 4 വേള പിള്ളേർ വീണ്ടും വരും. എന്നിട്ട് ബിയർ ബോട്ടിലൊക്കെ താഴത്തിരുന്ന് പൊട്ടിക്കും. എന്നിട്ട് അണ്ണനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വണ്ടി ഓപ്പോസിറ്റ് നിർത്തും. ആ സമയത്ത് നമ്മുടെ അർജുനും റജിനെയും കൂടെ വരണേയിരിക്കും. അപ്പൊ അർജുനെ കണ്ടുടനെ ഈ വ്യാളിമാര് എല്ലാം കൂടെ പോകും. റജീന പറയും ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, തൃശ്ശ ഞങ്ങളുടെ കൂടെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് മെക്കാനിക്കിനെയും പറഞ്ഞ് ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒരു ബാറിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്നൊരു അഡ്രസ്സും കൊടുക്കും. സാധാരണ ബുദ്ധിയുള്ള ഒരു ഭർത്താവ് എന്താ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഞാനും കൂടെ വരാന്ന് പറയണം, അല്ലെങ്കിൽ വേണ്ട ഞങ്ങള് ആരെങ്കിലും വരണ വരെ ഇവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറയണം. ഇത് ഒരു പരിചയമില്ലാതെ ഒരു പ്രാവശ്യം കണ്ട ആൾക്കാരോട് ഐത്തണ്ണൻ തൃശ്ശനും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നാട് മൊത്തം തേടെടുക്കും, എന്റെ കൊണ്ടാട്ടിയെ കണ്ടവരുണ്ടോ. എന്നിട്ട് തൃശ്ശ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അണ്ണൻ വീണ്ടും ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു വയറ് വിട്ടിടക്കും. അപ്പൊ അണ്ണൻ ആ വയറ് പ്ലഗ് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടായി. നമ്മുടെ ഐത്തണ്ണൻ നേരെ അർജുൻ പറയുന്ന റെസ്റ്റോ ബാറിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ചെന്നിട്ട് തൃശ്ശനെ അന്വേഷിക്കും. അവിടെ നിന്നൊന്നും തൃശ്ശനെ കാണാനില്ല. എന്നിട്ട് അവിടുത്തെ ഒരു ബാർമാരുടെ അടുത്ത് നിന്നിട്ട് പുള്ളി അന്വേഷിക്കും എന്റെ ഭാര്യയെ കണ്ടോന്ന്. പുള്ളി പറയണ ഇംഗ്ലീഷ് പുള്ളിക്കും ഈ അസർബൈജാൻകാരും പറയുന്ന അസർബൈജാനി അണ്ണനും മനസ്സിലാവുന്നു. ऑल किया, सम मेंटल किया, इधर हो गया, इधर हो गया, वॉकिंग किया, सम किया, लड़की में इधर. എന്നിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അണ്ണൻ നേരെ വണ്ടി എടുത്തിട്ട് റൂട്ടിൽ അന്വേഷിക്കാറുണ്ട്. റൂട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേ അർജുൻ ആ ട്രക്കുമായിട്ട് പോകും. എന്നിട്ട് ഐത്തണ്ണൻ പുറകെ വിടും. എന്നിട്ട് കുറെ ഹോൺ അടിച്ചിട്ട് ഈ വണ്ടി ഒന്നും നിർത്തൂല. എന്നിട്ട് അവസാനം ഐത്തണ്ണൻ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ കാണിച്ച് വണ്ടി സ്കിഡ് ചെയ്ത് വണ്ടി നിർത്തിക്കും. എന്നിട്ട് അർജുൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അണ്ണൻ ചോദിക്കും ഞാൻ പൊണ്ടാട്ടി എങ്ങടാന്ന് ചോദിക്കും. അപ്പൊ അർജുൻ പറയും എടാ നിന്നെ എനിക്ക് അറിയത്തില്ല, പിന്നെ നിന്റെ പൊണ്ടാട്ടി എനിക്ക് എങ്ങനെ അറിയാം, നിന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് പറയും. അപ്പൊ അതിനെ കൂടെ ഒരു പോലീസുകാരൻ വരുമ്പോഴത്തേക്ക് ഐത്തണ്ണൻ പറയും റെഫറി ഇവനാണ് എന്റെ பொண்டாட்டியை கிட்னாப் ரெஃப்ரி அவன் போய் சொல்றான், ரெஃப்ரி அவன் போய் சொல்றான், அது மிகவும் ஆபத்தான மிருகம். டேய் நீ போய் சொல்றியாம்லடா, நோ ரெஃப்ரி அவன் தான் போய் சொல்றான் ரெஃப்ரி.